എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ വീട്ടിൽ ഇന്ന് പുതിയതായിട്ടൊരു ചെറിയൊരു അതിഥി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ആൾക്കൊരു ചെറിയ പ്രശ്നം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോ നമുക്ക് ഇന്ന് അത് ക്യൂർ ചെയ്യാൻ പോലാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. നമ്മുടെ അവിടെ ഒരു പൂച്ച വന്നിട്ടുണ്ട്. ഇതിന്റെ മുഖത്ത് എന്താണ് അയക്കണേന്ന് എനിക്കറിയില്ല. കണ്ട, നമ്മുടെ വീട്ടിലേക്ക് വന്നാണ്. നമുക്ക് എന്തായാലും ഡോക്ടറെ കാണിച്ചു നോക്കാം. നമ്മളങ്ങനെ പൂച്ചനെ കഷ്ടപ്പെട്ട് നൈസായിട്ട് കൂട്ടില് ആക്കിയിട്ടുണ്ട്. വേണ്ട, എന്റെ മേത്ത് വേണ്ട, എന്തോ ഫംഗസ് അങ്ങാണ്ടാന്ന് തോന്നുന്നത്. നമുക്ക് എന്തായാലും മൃഗാശുപത്രിയിൽ ജസ്റ്റ് പോയിട്ട് മരുന്നൊക്കെ മേടിച്ചോണ്ട് ഒന്ന് ജസ്റ്റ് അതിനൊന്ന് ക്യൂർ ചെയ്യാൻ പറ്റുമോ നോക്കാം. നമ്മളങ്ങനെ സർക്കാർ വെറ്റിനറി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോ 25 രൂപ കൊടുത്താലാണ് അവിടെ ഇതേപോലെ മൃഗങ്ങളെ നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളൊരു 25 രൂപ സംഘടിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു പെപ്സി കാര്യങ്ങളൊക്കെ മേടിച്ച് ഇപ്പൊ വീണ്ടും നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിലോട്ട് വന്നേക്കാണ്. എന്റെ സീനാണല്ലേ മേടിച്ച പെപ്സിയും കാര്യങ്ങളും. അങ്ങനെ ഗവൺമെന്റ് ആശുപത്രി പോയിട്ട് നമുക്ക് ഒരു പൊടി മരുന്നും പിന്നെ വേറെ 2 ഗുളികയും കാര്യങ്ങളാണ് ഗൈസ് കിട്ടിയേക്കുന്നത്. അപ്പോ ഇന്ന് ഇത് വെച്ച് നമുക്ക് നോക്കി നോക്കാം. ഡോക്ടർ ഇവിടെ ഇല്ല. അപ്പോ നമ്മൾ ഈ പൊടി മരുന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് എന്തായാലും ഒരു ഡോക്ടറിന്റെ നമ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആളൊന്ന് ജസ്റ്റ് വിളിച്ചു വെച്ച് കാര്യങ്ങളൊക്കെ മരുന്ന് ഏതാ കൊടുക്കാൻ പറ്റുക അപ്പൊ അതൊന്ന് നോക്കി നോക്കണം. അങ്ങനെ നമ്മൾ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. വീട്ടിലോട്ട് എത്തിയപ്പോഴേക്കും നമ്മുടെ പൂച്ചേനെ കാണാനില്ല. പൂച്ച നമ്മുടെ കൂട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായാലും പൂച്ചേനെ കാണാന്നുണ്ടെങ്കിൽ നമുക്ക് ആ കിട്ടിയ മരുന്ന് വെച്ച് ട്രീറ്റ് ചെയ്യാം. നമുക്ക് ഇന്ന് വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യാണെന്നുണ്ടെങ്കിൽ അത് നോക്കാം. ഞങ്ങൾ ഇന്നൊരു വാൽപ്പാറയ്ക്ക് ഒരു ട്രിപ്പ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു പരിപാടി ഇനി ബാക്കി നോക്കാം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് ബൈക്കൊക്കെ എടുത്ത് നമ്മള് റൈഡിന് പോകാൻ പോവാണ് വാൽപ്പാറയ്ക്ക്. ഗൈസ് നമ്മളങ്ങനെ അതിരപ്പള്ളി ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ബസ് കാര്യങ്ങൾ കാത്തേക്കാണ്. നമ്മളോടൊപ്പം ഉള്ളത് ഇന്ന് എഡ്വിൻസിയും ഗിരിയാട്ടനും പിന്നെ ഫെബിനും ജോസ്ഫിനാണ്. നമ്മള് ചീനിക്കാസ് ബസ് കാത്ത് അതിരപ്പള്ളി അടുത്ത് നിൽക്കാണ്. ഇനി നമ്മുടെ ബൈക്ക് യാത്രയിൽ നിന്ന് മാറി നമ്മള് ബസ് യാത്രയിലായിരിക്കും. കോട നല്ലോണം വരുന്നുണ്ട് അതിരപ്പള്ളി ഭാഗത്ത്. നമ്മള് ബസ്സും കാത്തിരിക്കാണ്. ഇത്ര നേരമായിട്ടും ബസ് വന്നിട്ടില്ല. ബസ്സൊന്നും അങ്ങനെ വരുമോ? നമ്മുടെ ബസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം എടുക്കണ്ട്. നമ്മളപ്പോ KSRTC ബസ്സിലാണ്. KSRTC ബസ്സിന്റെ ഫ്രണ്ടിലോട്ട് നമ്മളങ്ങനെ എത്തി. റെയിൻ ഫോറസ്റ്റ് അടിപൊളി.
ഗൈസ് KSRTC-യിലാണ് നമ്മൾ പോകുന്നത്. വ്യക്തമായി കിട്ടിണ്ട്. ബാ ഇൻസ്റ്റയിലാ രണ്ടു കൊമ്പുണ്ടല്ലോ. പൊറ്റ കൊമ്പൻ എങ്ങനെയാണ്? ഹായ് ഗൈസ്. ഓക്കെ, താങ്ക് യു ചേട്ടാ. താങ്ക് യു. ഗൈസ് നമ്മളങ്ങനെ KSRTC-യിൽ നിന്ന് ഇറങ്ങി നമ്മുടെ റിസോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തമിഴ്നാട്ടിലാണ് റിസോർട്ട് എടുത്താണ്. എടാ ഈ സ്ഥലത്തിന്റെ കറക്റ്റ് പേര് എന്നിട്ടാ? അപ്പർ ഷോളയാറിലാണ് നമ്മൾ റൂം കാര്യങ്ങൾ എടുത്തേക്കുന്നത്. ആ നമ്മള് ഈ ഒരു വൈബാണ് പിടിക്കുന്നത് അല്ലേ? ഇപ്പുറത്താണ് റൂം ഗൈസ്. വാങ്കേറു നമ്മുടെ കൂടെയുള്ള കുറച്ച് ഓഫ് റോഡാണ് ഗൈസ്. കുറച്ച് ഓഫ് റോഡാണ്. ഇന്ത്യ കാർ കിടക്കണോ അതിന്റെ മേലോട്ട് കയറി വന്നു പറ. അത് കുഴപ്പമില്ല. ഇനി അയാള് മാറ്റിട്ട് കഴിഞ്ഞാൽ നമ്മള് മൂഞ്ചു. അത് മാറ്റി നമ്മള് പോരണ വഴിക്ക് പുലി, കാട്ടുപോത്ത്, ഇങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളെയും കാണാൻ പറ്റിയിട്ടുണ്ടായി. അത് നമ്മുടെ ഒരു വലിയൊരു ഭാഗ്യാണ്. നമ്മള് KSRTC പോയിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമായി റൈഡൊക്കെ. ഈ കാണുന്നതാണ് നമ്മുടെ റൂമും കാര്യങ്ങൾ വരുന്നത്. വണ്ടി ബ്രേക്കും കിക്കർ കൂടെ ജാമായി പോയിരുന്നു. ഇതാണ് നമ്മുടെ റൂം ഗൈസ്. നമ്മുടെ റൂമിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതോടുകൂടി നമ്മുടെ ബ്ലോഗ് അവസാനിച്ചില്ലടാ ഇന്നത്തെ. നമ്മുടെ ഇന്നത്തെ ഭക്ഷണം ഇതൊക്കെയാണ് നമ്മുടെ ഭക്ഷണം. അങ്ങനെയാണ് നമ്മുടെ സെറ്റപ്പുകള്. ഹൈ റൂമിന്റെ ബാത്റൂം ആയിട്ടോ. വലിയ കുഴപ്പമില്ല. ഇത്ര സെറ്റപ്പ് മതിടാ. ബൈ.